നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരെ വന്ന ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനവും വാങ്ങിച്ചല്ലോ. നോക്കട്ടെ. ഓൾമോസ്റ്റ് അവൻ പറഞ്ഞതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയേ വല്ലത് മിസ്സായിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ നടന്ന സമയം കളയണ്ട. നേരെ ഹോസ്റ്റലിലേക്ക് പോണം. ലേറ്റ് ആവും. ആരവ് 2 ദിവസമായിട്ട് നമ്മളെ നല്ല പോലെ ബുദ്ധിമുട്ടിക്കുന്നു. അവനെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയോ അന്ന് തൊട്ട് അവൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എത്ര തവണയാ നമ്മുടെ ഹോസ്റ്റലിൽ വെച്ച് അവൻ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പാവാരം നമ്മുടെ ഹോസ്റ്റലിലായതുകൊണ്ട് മാത്രം ഇപ്പോഴും അവൻ രക്ഷപ്പെട്ടു പോകുന്നത്. അവനെ അത്ര പാവൊന്നും അല്ല. കാലിന്റെ പ്രശ്നം പറഞ്ഞ് അവൻ നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുന്നത്. അത് പിന്നെ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളങ്ങ് സഹിക്കുമല്ലേ. ആരും കാണാതെ 2 ദിവസം ഇങ്ങനെ അങ്ങ് കടന്നുപോയി. ഒരാഴ്ച ഒന്ന് കഴിയട്ടെ, നമുക്ക് അവനെ പാക്ക് ചെയ്യാം. കിരണേ, അവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിനക്ക് എന്താ പ്രശ്നം? ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആരവിനെ ഇറക്കി വിടുമ്പോ അവനെ പോലീസ് പിടിച്ചാൽ എന്ത് ചെയ്യും? അവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇത്രയും കാലം അവൻ എവിടെയായിരുന്നെന്ന് അവന് പറയേണ്ടി വരില്ലേ? ആ ഉത്തരം നമ്മളും നമ്മുടെ ഹോസ്റ്റലുമായ എന്ത് ചെയ്യും? എന്നാ നമ്മളെല്ലാവരും കുഴപ്പത്തിലാവും. അവൻ നമ്മളെ ചതിക്കൂ? പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അവന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവൻ പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട്. നമ്മളെ അവൻ സെർവന്റിനെ പോലെ കാണുന്നത്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അവനെ ഇറക്കി വിട്ടാലേ പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് ഇറക്കി വിടാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ആരവെന്ന കുരുക്കി നിന്ന് നമുക്ക് റിലീസ് ആയേ പറ്റൂ. നിങ്ങൾ ആരെങ്കിലും ആരവിനെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന പുസ്തകം നോക്കാനേ സമയം കിട്ടുന്നില്ല, പിന്നെയാണോ ആരവിനെ പഠിക്കുന്നത്? ഷൈനി ആരവിനെ പറ്റി റിസർച്ച് ചെയ്തോടി? ഇത്രയും ദിവസം ആരവൻ നമ്മുടെ കൂടെ ജീവിച്ചല്ലോ. അവനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ പറയാം. ഹി ഈസ് എ റെഡിൽ. അവനൊരു കടങ്കഥയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവനെ കുറിച്ച് ശരിയായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ശരിയാണ്. ആലോചനയൊക്കെ വണ്ടി കയറിയിട്ടാവാ. നിങ്ങൾ വന്നേ. കേറ് കേറ്. Music thumping, the crowd is live. 1,000 ladies ready to slide. Music thumping, the crowd is live. 1,000 ladies ready to slide. I got the baddest looking chick in the whole place. Got the baddest looking chick in the whole place. Got the baddest baddest. ആരവിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അവന്റെ നാട് മോഴക്കുന്നാണെന്ന് എനിക്ക് ഉറപ്പാ. ആ സ്ഥലം വരെ ഞാൻ അവനെയും കൊണ്ട് പോയതല്ലേ. പക്ഷേ മോഴക്കുന്ന് അവന്റെ സ്ഥലമാണെന്ന് അവൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ നിനക്ക്. എന്താ തെളിവ്? നീ അവന്റെ വീട്ടിൽ പോയോ? അമ്മയെ കണ്ടോ? ഇതിനൊന്നും നിന്റെ കയ്യിൽ ഉത്തരവില്ലല്ലോ. അവൻ ആരാണെന്ന് അവൻ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? പോലീസിന് പോലും ആരവിന്റെ വേറെ അബൌട്ട്സ് അറിയില്ല. അതുകൊണ്ടല്ലേ പോലീസിന് അവനെ പിടിക്കാൻ കഴിയാത്തെ. ഷൈനി, നീ ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കാതെ. നിനക്ക് അവനെ പറ്റി വലിയ സംശയമുണ്ടോ? എന്തോ ചേട്ടാ? നത്തിങ്. വണ്ടി ഒന്ന് സ്കിഡായതാ. കിരൺ, നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേ. ഒരു മിനിറ്റ്, മുത്തശ്ശനാ. എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ കോൾ എടുക്ക് വൃന്ദ. കോള് സ്പീക്കർ ഇടണേ. നമുക്കെല്ലാം മുത്തശ്ശന്റെ ശബ്ദം കേൾക്കാലോ. ഹലോ. അവിടെ നിന്നും പോന്നതിന് ശേഷം നിങ്ങളെ ആരെയും വിളിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും അടുത്തുണ്ടോ മോളെ? എല്ലാരും അടുത്തുണ്ട് മുത്തശ്ശ. മുത്തശ്ശൻ പറയുന്നത് എല്ലാരും കേട്ടോണ്ടിരിക്കാം. മുത്തശ്ശനും ഓപ്പോളും ഇവിടെ വന്നു പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. മുത്തശ്ശനും ഓപ്പോളും പെട്ടെന്ന് പോയപ്പോഴേ ഞങ്ങൾക്കെന്തോ മിസ്സായതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. വിഷമിക്കേണ്ട മക്കളെ, മുത്തച്ഛനും ഓപ്പോളും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് കരുതിക്കോളൂ. അവിടെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ട് മുത്തശ്ശ.
എന്താ ഇപ്പോ? അവിടെ ഭയപ്പെടാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മുത്തശ്ശൻ ഇവിടുന്ന് പോയ ശേഷം ഈ വൃന്ദ നമ്മളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്ക. വൃന്ദ നിങ്ങളെ ഭയപ്പെടുത്തിയോ?